നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഒരു കാലത്ത് ഏറ്റവും അധികം തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുമായിരുന്ന ഒരു മേഖലയാണ് ദോഡ മേഖല. പലപ്പോഴും പ്രമുഖരായ നേതാക്കൾ പലരും പിന്നീട് അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദോഡയിലെത്തി അവിടെ നടന്ന ഒരു വലിയ ഇലക്ഷൻ റാലിയെ അഭിസംബോധന ചെയ്തു. നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 42 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ദോഡ മേഖല സന്ദർശിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് അരനൂറ്റാണ്ടോളം സമയമെടുത്താണ് ഒരു പ്രധാനമന്ത്രി ഇന്ന് അവിടെ എത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. കാശ്മീരിന് കേന്ദ്ര സർക്കാർ വരുത്താൻ പോകുന്ന പദ്ധതികൾ, പുതിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി ഓരോന്നായി എടുത്തു തന്നെ പറഞ്ഞു. അതിനിടെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണങ്ങളും പ്രധാനമന്ത്രി അവിടെ നടത്തി. കാശ്മീരിന് ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പ്രധാനമായും കാരണക്കാരായത് ചില രാഷ്ട്രീയ രാജകുടുംബങ്ങളാണ് എന്നായിരുന്നു മോദിയുടെ വിമർശനം. രാഷ്ട്രീയ രാജവംശങ്ങൾ എന്നതുകൊണ്ട് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് ഒരുപക്ഷെ നെഹ്റു കുടുംബമാകാം, അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബമാകാം. ഇങ്ങനെ ചില കുടുംബങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ അന്നും ഇന്നും തീരുമാനിച്ചിരുന്നത്. ഇവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് കാശ്മീരിനെ പിന്നീട് തീവ്രവാദികളുടെ ഒരു താഴ്വരയാക്കി മാറ്റാനും സാധാരണക്കാരായ മനുഷ്യരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും കാരണമായത് എന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി വ്യംഗ്യ രൂപത്തിൽ അവിടെ പറഞ്ഞത്. കാശ്മീരിന് ഒരുപാട് പദ്ധതികൾ പുതുതായി നടപ്പിലാക്കുന്നുണ്ട്. കാശ്മീരിൽ ഇപ്പോൾ ഏതാണ്ട് സമാധാനം കൈവന്നിട്ടുണ്ട്. കാശ്മീരിൽ നിന്നുള്ള കൂടുതൽ ട്രെയിൻ സർവീസുകൾ, കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ, കൂടുതൽ റെയിൽവേ പാളങ്ങൾ പുതുതായി പല മേഖലകളിലേക്ക് നീളുന്നുണ്ട്. ഇതൊക്കെ പ്രധാനമന്ത്രി എടുത്തു കാട്ടി. ദോഡയിലെ ജനങ്ങളാകട്ടെ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി തങ്ങളെ കാണാൻ വരികയാണ് എന്നുള്ള ആ ഒരു വാർത്ത അവരെയും ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി ദോഡയിൽ എത്തുമ്പോൾ അത് മറ്റൊരു ചരിത്രമായി മാറുകയായിരുന്നു. പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈയിടെ മൻമോഹൻ സർക്കാരിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കാശ്മീരിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി പോയപ്പോൾ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ തന്നോട് ദേശീയ പതാക ഉയർത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. താൻ പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവിടെ ദേശീയ പതാക അന്ന് ഉയർത്തിയത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾ ആ കസേരയിരുന്നു കൊണ്ട് ചെയ്ത കാര്യമാണ് പറയുന്നത്. അങ്ങനെ താൻ പേടിച്ച് വിറച്ചുകൊണ്ടാണ് പതാക ഉയർത്തിയത് എന്ന് വെളിപ്പെടുത്തൽ ഈയിടെ നടത്തിയിരുന്നു. നരേന്ദ്രമോദി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെയാണ് ഈ പതാക ഉയർത്തിയത്. ഇന്ന് ആ അവസ്ഥ അതല്ല. ഇന്ന് ലാൽ ചൗക്കിൽ പതാക ഉയരുന്നത് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പോലും തീവ്രവാദികൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബാരാമുള്ളയിൽ തീവ്രവാദികൾ ശക്തമായ തോതിൽ ആക്രമണം നടത്താൻ ഒരുങ്ങി. പക്ഷേ 3 പ്രമുഖ തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നു. നമ്മുടെ 2 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. എങ്കിലും തീവ്രവാദം കാശ്മീരിൽ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇന്ന് അവിടെ ഇന്ത്യൻ സൈന്യം ഈ തീവ്രവാദികൾക്ക് നൽകിയത്. പ്രധാനമന്ത്രി കാശ്മീർ സന്ദർശിക്കാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ തീവ്രവാദികൾ വീണ്ടും ആക്രമണങ്ങളൊക്കെ ആരംഭിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വളരെ ഉറച്ച ചുവടുകളോട് തന്നെയാണ് കാശ്മീരിലെത്തിയത്. കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അദ്ദേഹം വിശദമാക്കി. ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് BJPയെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായൊരു പ്രസംഗമാണ് പ്രധാനമന്ത്രി അവിടെ നടത്തിയത്. കാശ്മീരിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻതോതിലുള്ള വർധനവുണ്ടായി. വീണ്ടും സിനിമകൾ അവിടെ ചിത്രീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ മറച്ചു വയ്ക്കാനും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ഒരുപക്ഷെ ഈ തീവ്രവാദികളുടെ ശ്രമം എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഇന്ന് അവിടെ ഈ ആക്രമണം അഴിച്ചുവിട്ടതും അതിന് സൈന്യം തക്കതായ തിരിച്ചടി നൽകിയതും. 42 വർഷങ്ങൾക്ക് ശേഷം ദോഡയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ച വരവേൽപ്പ് തന്നെ കാശ്മീർ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന തന്നെയാണ്. കോൺഗ്രസ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രി പേടിച്ച് മുട്ടുകൂട്ടിയിടിച്ചുകൊണ്ടാണ് പതാക ഉയർത്തിയതെങ്കിൽ നല്ല നെഞ്ചുറപ്പോടുകൂടി നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോഴുള്ളത് എന്ന് അവിടെ കാശ്മീരിലെ
ജനതയ്ക്കും മനസ്സിലായി കാണും.